നമ്മുടെ വിനായകനല്ലേ ആക്ടർ, മൂപ്പര് ഈ ഇന്റർവ്യൂലൊക്കെ ഭയങ്കര തർക്കുത്തരം പറയാ, അങ്ങനത്തെ ഒരു നേച്ചറാണ്. അതായത് ആങ്കേഴ്സിനൊക്കെ പേടിയാണ് ശരിക്ക്. ഷൈംടോഞ്ചൊക്കെ സമയത്ത് അങ്ങനെ ശ്രീനാഥ് ബാസി. പക്ഷെ ഇവര് ഈ പറഞ്ഞ 3 പേരും മമ്മൂക്കന്റെ കൂടെ ഒരു വേദി പങ്കിടുന്ന സമയത്ത് ഇവരിങ്ങനെ ആമ ചുരുങ്ങാന്ന് പറയുമ്പോൾ പറ്റിങ്ങോട്ട് അത് ചുരുങ്ങും. അതായത് അവരുടെ പല എന്താ പറയാ കാര്യങ്ങളും നിർബന്ധങ്ങളും അവരെന്ത് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ്. അവരിപ്പോ നമുക്ക് എന്തെങ്കിലും പറയുമ്പോഴൊന്നും അത് അങ്ങനെ ആയിരിക്കില്ല. അതേ ചോദ്യം ചിലപ്പോൾ ഒരു ആങ്കർ ചോദിക്കുന്ന സമയത്ത് വേറെ ആംഗിളായിരിക്കും ഇവർ എടുക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും റിസീവ് ചെയ്യണത്, റെസ്പോണ്ട് ചെയ്യണതൊക്കെ അപ്പുറത്തുള്ള ആളെ പറ്റി നമുക്കുള്ള ഒരു നിലം വില ഉണ്ടാവുമല്ലോ, അതോറിറ്റി എന്ന് പറയും ബിസിനസ്സിൽ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്ക് കിടക്കുന്നത്. അപ്പൊ ബിസിനസ്സിൽ ശരിക്ക് മാർക്കറ്റിംഗ്, സെയിൽസ് ഒക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ മുന്നിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഇതേപോലെ നമ്മളെ ബിസിനസിനെ കുറിച്ചുള്ള ഒരു അതോറിറ്റി ലെവൽ ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും അവര് പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാം. അപ്പൊ നമ്മള് നല്ല പെർഫോമൻസ് മാർക്കറ്റിംഗിലും സെയിൽസിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല അതോറിറ്റി ബിൽഡ് ചെയ്യണ പണികൾ എടുക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, നല്ല റിസൾട്ടിലെല്ലാം മാറ്റം വരും. പലപ്പോഴും എന്താ വെച്ചാൽ ടെക്നോളജി കുറെ കൊണ്ടുവരാ, ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ്ങിലൊക്കെ ശരിക്കും ഇത് തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഒരു ആസ് എ ബിസിനസ് ഓണർ ഇത്തരം സാധനങ്ങളുണ്ടാവും. ആ ബിസിനസിനെ കുറിച്ച് ഒരു അതോറിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ ബിസിനസിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ ബിസിനസ്സിൽ ആളുടെ നോളജ് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഈ ഫൗണ്ടർ ലെഡ് ബ്രാൻഡിങ്ങിലൊക്കെ ശരിക്കും ആ നോളജ് ഷെയർ ചെയ്തുകൊണ്ടാണ് എന്ത് അതോറിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പൊ സെയിൽസ് ടീമിന് ഇത്തരത്തില് അതോറിറ്റി ബിൽഡ് ചെയ്യാൻ ഉള്ള പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കസ്റ്റമർ എൻക്വയറി ചെയ്യുന്ന സമയത്തും ഇവര് ആ രീതിയിലായിരിക്കും സംസാരിക്കേണ്ടത്. ആ സംസാരത്തിലൂടെ ഈ അതോറിറ്റി ബിൽഡ് ചെയ്യാനും പതുക്കെ പ്രൈസിങ്ങിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇവര് പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് അവരുദ്ദേശിച്ച പ്രൈസിനെക്കാട്ടി കൂടുതലുള്ള പ്രൈസ് ആണെങ്കിൽ കൂടി അത് ചൂസ് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ എത്തും. മാർക്കറ്റിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ശരിക്കും അതോറിറ്റി ബിൽഡിംഗ് എന്നുള്ളത്. അത് സീരിയസ് ആയിട്ട് തന്നെ ബിസിനസ് ഓണർ അതിന്റെ ഒരു നേതൃത്വം വഹിച്ചിട്ട് അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ ടീമിനെ ട്രെയിൻ ചെയ്യണം. മാർക്കറ്റിന്റെ ഭാഗമായിട്ട് അതിനെ കാണണം എന്നാണ് എനിക്ക് പറയുന്നത്.